ഹായ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അപ്പം അതിന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നോക്കാം. ഇത് കൊഞ്ചെല്ലാവർക്കും അറിയാലോ. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കൊച്ചുള്ളി, ഇതിനകത്ത് ഞാൻ ചെറിയൊരു സവാള ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി, തേങ്ങ, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, തേങ്ങ അത് പറഞ്ഞല്ലോ, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പെരുംജീരകത്തിന്റെ പൊടി, പിന്നെ കടുക് വറുക്കാനായിട്ട് വറ്റൽമുളക്, ഗരം മസാല, പിന്നെ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക്, പിന്നെ വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം പിന്നെ ഉപ്പെടുത്തില്ല, പിന്നെ ഉപ്പ്. അപ്പൊ നമുക്കിത് കുറച്ച് മസാലയൊക്കെ പുരട്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചേക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, പിന്നെ നമ്മൾ കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച്, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എന്നിട്ട് കുറച്ചു നേരം നമ്മൾ ഒന്ന് വെച്ചിരിക്കണം. നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കൊഞ്ചൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ എണ്ണ ചൂടായി, നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കൊഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്കേ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് നമുക്കപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നമുക്ക് വെന്ത് നമുക്ക് ഈ സൈഡും കൂടെ വേണം. അപ്പോൾ അതാണ്ട് ഫ്രൈ ആയി. ഇനി നമുക്കത് വറുത്തെടുക്കാം. വറുത്തെടുത്ത് മാറ്റാം കേട്ടോ. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കടുക് വറുത്തിട്ട് ബാക്കിയെല്ലാം ചേർക്കണം. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടാൻ വേണ്ടി. വേണ്ട, കറി വെച്ചിട്ട് മതി. അപ്പൊ നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാ കൊത്തിട്ടിട്ട് നമുക്ക് കടുക് ഇടാം. അപ്പൊ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, വേപ്പില, ഇതിനകത്തോട്ടിനി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചതും കൂടിയിട്ട് ഒന്ന് എന്താ പറയാ, പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെക്കണം. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കൊഞ്ച് വറുത്ത് വെച്ച എണ്ണയും കൂടെ ചേർക്കുക. മതി, ആ എണ്ണ മതി. അപ്പൊ അതിന്റെ പച്ചമണം മാറി. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിന്റെ. എന്നിട്ട് അതിൻ്റെ ആ മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ മണമെല്ലാം മാറി. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തൊക്കെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടാം.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം അത് ഞാൻ ജാറും നമ്മളത് അരപ്പിന്റെ വെള്ളമൊക്കെ അല്ല അരപ്പിന്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുത്തതാ. ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വന്നു. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കൊഞ്ച് ചേർക്കാം. കൊഞ്ച് ചേർത്ത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പം തയ്യാറായിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തത്. ഇവിടെ ഞങ്ങൾക്ക് ഗ്രേവി വേണം. അടിപൊളി കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. See you.